പലപ്പോഴും പേഷ്യൻ്റ് നമ്മൾക്ക് വന്നു, ഡോക്ടർ എൻ്റെ ബ്ലഡ് കൗണ്ട് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല രീതിയിൽ അയണിൻ്റെ ടാബ്ലറ്റൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് കൗണ്ടാണ് കുറവ്? ബ്ലഡ് കൗണ്ട് കുറവാണെന്ന് മാത്രമേ ലാബിൽ നിന്ന് പറഞ്ഞുള്ളൂ, ഡോക്ടറിന് ബ്ലഡ് കൗണ്ട് കുറവാണെന്നേ പറഞ്ഞുള്ളൂ, എന്ത് കൗണ്ടാണെന്ന് എനിക്കറിയില്ല. ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് CBC എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ CBCയിൽ 3 തരത്തിലുള്ള കൗണ്ടാണ് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടത്. ഹീമോഗ്ലോബിൻ, 2 WBC കൗണ്ട്, 3 പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ ഈ 3 എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാം. അത് പലപ്പോഴും ഇൻ്റർ റിലേറ്റഡ് അല്ല കേട്ടോ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേഷനൊന്നും കാര്യമായിട്ടില്ല. ഹീമോഗ്ലോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചുവന്ന രക്താണുക്കളാണ്, റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയും. അതിലുള്ള സാധനമാണ് HB എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിജൻ, നമ്മൾ എടുക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ഓക്സിജൻ നമ്മുടെ എല്ലാ സെൽസിനും കൊണ്ട് കൊടുക്കുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. WBC എന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്, ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ് എന്നൊക്കെ പറയും. മൂന്നാമത് വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ WBCയുടെ പണി എന്താണ്? WBC നമ്മുടെ കാവൽ ഭടന്മാരാണെന്ന് വിചാരിക്കുക. പ്ലേറ്റ്ലെറ്റ് എന്താണ്? ഒരു മേസ്ത്രിയെ പോലെയാണ്. അതായത് എവിടെയെങ്കിലും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് പോകുന്നതിന് പകരം പെട്ടെന്ന് വന്ന് അതിന് സീൽ ചെയ്ത് അത് ബ്ലീഡിങ് നിർത്തുന്ന ഒരു പ്ലംബറോ മേസ്ത്രിയോ അല്ല സിമെൻറ്റ് കുഴച്ചിടുന്ന ആളോ എന്നൊക്കെ വിചാരിക്കാം. ചെയ്യുന്ന പണിയാണ് ഈ പ്ലേറ്റ്ലെറ്റ് ചെയ്യുന്നത്. ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലേറ്റ്ലെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൗണ്ട് എത്രയാണ്? ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് ജനറലി 12-നും 16-നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നത് 12 താഴെ വരുമ്പോഴാണ് അനീമിയ എന്ന് വിളിക്കുന്നത്. വാതരോഗത്തിൽ സാധാരണമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തത് രക്തക്കുറവിന് പല കാരണങ്ങളുണ്ട് വാതരോഗത്തിൽ. പലപ്പോഴും മോസ്റ്റ് കോമൺ കോസ് അയൺ ഡെഫിഷ്യൻസിയാണ്. അതായത് ഫെറിറ്റിൻ കുറയുന്നു, അയണിൻ്റെ സ്റ്റോർ ബോഡിയിൽ കുറയുമ്പോഴാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്നത്. അവർക്ക് അയണിൻ്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഒരു പരിധിവരെ മുകളിലോട്ട് കയറി വരും. അത് സാധാരണ വാതരോഗങ്ങൾ നമ്മൾ 11 വരെയൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാറില്ല. 10-11 ആണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറ്. ആഹാരത്തിൽ അയണിൻ്റെ അളവ് കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയായി വരും. പക്ഷേ 9-8 വന്നാൽ ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണെന്ന് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് അയണിൻ്റെ സപ്ലിമെൻറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ അയൺ ഇഞ്ചക്ഷൻസോ ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട്. അപ്പം അയൺ കുറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരും, കിതപ്പ് വരും, 2 മുടി കൊഴിച്ചിലുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത മുടി കൊഴിച്ചിലുണ്ടാകും. അതേപോലെ തളർച്ച, ക്ഷീണം, ഇതൊക്കെയാണ് അയൺ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ലക്ഷണം. അതാണ് രക്തക്കുറവെന്ന് നമ്മൾ വിളിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കൗണ്ടാണ് WBC കൗണ്ട്. ഈ WBC കൗണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000-നും 10,000-നും ഇടയ്ക്കാണ്. പലപ്പോഴും 4,000 to 12,000 ആണ് ഇതിൻ്റെ ഒരു നോർമൽ കൗണ്ട്. അത് 15,000-ന് മുകളിൽ പോകുമ്പോൾ അത് പലപ്പോഴും ഇൻഫെക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ വന്നു, യൂറിനറി ഇൻഫെക്ഷൻ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൗണ്ട് കൂടും. 15,000, 16,000 അങ്ങനെയൊക്കെ പോകും. അതിൻ്റെ അർത്ഥം ശരീരത്തിന് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ട്. ശരീരം ഈ അണുക്കളെ തുരത്താനായിട്ട് ഈ WBCയെ കൂട്ടും. WBC ആരാണ്? ഭടനാണ് അല്ലേ? അപ്പോൾ ഈ ഭടന്മാരുടെ എണ്ണം കൂട്ടി അതിനെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. അതാണ് ലൂക്കോസൈറ്റോസിസ് എന്ന് വിളിക്കും. പലപ്പോഴും വാതരോഗങ്ങളിൽ ചില വാതരോഗങ്ങളിൽ ഇതിൻ്റെ കൗണ്ട് കൂടാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നത് കാരണം കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ WBC കൗണ്ട് 10,000-ന് മോഡാണ്, 15, 16 ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൺസേൺ ആകണം. പക്ഷേ അത് യൂഷ്വലി പലപ്പോഴും ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുത്ത് 3-4 ദിവസത്തിന് ശേഷം അത് താഴത്തോട്ട് വരും. പക്ഷേ ഈ വാതരോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ SLE രോഗമുള്ളവർക്ക് അവർക്കൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും 4,000 താഴെ വരും. ലൂക്കോപീനിയ എന്ന് വിളിക്കും. ഈ ലൂക്കോപീനിയയുടെ പ്രശ്നം 4,000 താഴെ വരുന്നത് കൊണ്ട് അവർക്ക് പലപ്പോഴും മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടോ അസുഖത്തിൻ്റെ എഫക്റ്റ് കൊണ്ടോ ഒക്കെ ആയിരിക്കും കൗണ്ട് കുറയുന്നത്. അത് കുറച്ചുകൂടി നമ്മൾ കോഷ്യസ് ആയിരിക്കണം. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി 4,000 താഴെയാണ്, 3,000, 3,500, 2,000 ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒന്ന് കോഷ്യസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ചില ഡ്രഗ്സ്, ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ ലെഫ്ലൂണമൈഡ്, ടൊഫാസെറ്റിബ്, ഈ ഗുളികളെല്ലാം ഈ കൗണ്ടുകൾ കുറയ്ക്കുന്ന ഗുളികളാണ്. അപ്പം നമ്മളെപ്പോഴും WBC കൗണ്ട് മോണിറ്റർ ചെയ്ത് 4,000 താഴെയാണെങ്കിൽ പലപ്പോഴും ചില ഡ്രഗ്സ് മാറ്റേണ്ടി വരും, വേറെ മരുന്നിലേക്ക് അത് മാറ്റേണ്ടി വരാം. WBC കൂടുതൽ കൗണ്ട് കൂടുന്നത് പനി വരുമ്പോഴോ ഇൻഫെക്ഷൻ വരുമ്പോഴോ ഞാൻ നേരത്തെ പറഞ്ഞു. കുറയുമ്പോൾ പലപ്പോഴും ലക്ഷണമൊന്നും നമുക്ക് കാണില്ല. അത് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ പലപ്പോഴും മരുന്നിൻ്റെ ഡോസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതുകൊണ്ടാണ് പലപ്പോഴും മെത്തോട്രെക്സേറ്റ് കഴിക്കുന്ന രോഗികൾ സ്റ്റേബിൾ ആണെങ്കിൽ കൂടെ തന്നെയും 3 മാസത്തിലൊരിക്കൽ ഡെഫിനറ്റ്ലി ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം അതിന് ലക്ഷണങ്ങളില്ല. അപ്പോൾ ചിലപ്പോൾ നല്ല 1000 താഴേക്ക് വരുമ്പോഴായിരിക്കും പലപ്പോഴും അത് സിവിയർ ഇൻഫെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഭടന്മാരുടെ എണ്ണം ഇഷ്ടംപോലെ ഭടന്മാരുണ്ട് നമുക്ക്. അതിൽ ഒരു കുറേ നന്നായിട്ട് താന്നു കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരത്തുള്ളൂ. പക്ഷേ ആ സമയത്തേക്ക് പലപ്പം ഇൻഫെക്ഷൻ വരുമ്പോൾ ഭയങ്കര സിവിയറായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും WBC കൗണ്ട് മെത്തോട്രെക്സേറ്റ് കഴിക്കുമ്പോഴും അതിൻ്റെ ഡോസ് ടൈറ്റേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 15-ന് 20 കൊണ്ടുവന്നു, 20 കൊണ്ടുവരുമ്പോൾ നമ്മൾ 1 മാസം കഴിഞ്ഞ് വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ WBC കൗണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എസ്പെഷ്യലി വാതരോഗത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ. അത് കൂട്ടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കണം. പക്ഷേ സ്റ്റേബിളായിട്ട് പോകുന്നതാണെങ്കിൽ 1 in 3 months എങ്കിലും നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കൗണ്ടാണ് പ്ലേറ്റഡ് കൗണ്ട്. പ്ലേറ്റഡ് കൗണ്ട് പലപ്പോഴും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലീഡിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കമ്പണൻ്റാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് കുറയുന്ന എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടുകയാണ് ഡെങ്കി ഫീവർ ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കൗണ്ട് ഏതാ? പ്ലേറ്റഡ് കൗണ്ടാണ്.
പ്ലേറ്റഡ് കൗണ്ട് കുറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സാധാരണ നോർമൽ പ്ലേറ്റഡ് കൗണ്ട് 1.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയ്ക്കൊക്കെയാണ് സാധാരണ വരുന്ന പ്ലേറ്റഡ് കൗണ്ട്. ഈ 1 ലക്ഷത്തിൽ താഴെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് കോഷ്യസ് ആകുന്നത്. എസ്പെഷ്യലി 40,000 50,000 താഴെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ കോഷ്യസ് ആകണം. 20,000 താഴെയാണെങ്കിൽ ബ്ലീഡിംഗ് റിസ്ക് കൂടുന്നതുകൊണ്ട് ചിലപ്പോഴും പ്ലേറ്ററ്റിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ പ്ലേറ്ററ്റ് കയറ്റേണ്ടിയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഡെങ്കി ഫീവറിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്ലേറ്ററ്റ് കുറഞ്ഞായിട്ട് വരുന്നത്. അതിൻ്റെ വരുന്ന സയൻറ്റിഫിക് ടേം ത്രോംബോസൈറ്റോപീനിയ എന്നാണ്. അത് നിങ്ങൾ അറിയണമെന്നില്ല. പക്ഷേ ഒരു പ്ലേറ്റ് കൗണ്ട് 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ എപ്പോഴും അത് കോഷ്യസ് ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ വേറെ പല അസുഖങ്ങൾ, വാതരോഗങ്ങൾ, SLE പോലുള്ള വാതരോഗങ്ങളിൽ പ്ലേറ്റഡ് കൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞ് വരാറുണ്ട്. അപ്പം പ്ലേറ്റഡ് കൗണ്ട് കുറഞ്ഞത് 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇനി ഞങ്ങൾ പറയുമ്പോൾ ഏത് കൗണ്ടാണ് ഡോക്ടറെ കുറവ്, ഹീമോഗ്ലോബിൻ ആണോ അതോ WBC കൗണ്ടാണോ അല്ലെങ്കിൽ പ്ലേറ്റഡ് കൗണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഇൻസൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഡോക്ടർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും.